ഇവിടെ കഴിഞ്ഞ പേ കമ്മീഷനിൽ ഉണ്ടായിരുന്നതിനേക്കാളും 25% ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. DRNS അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, ഹൗസ് റെൻറ്റ് അലവൻസ്, ജോലി സംബന്ധമായി 8 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ അലവൻസ്, ഡ്രസ് അലവൻസ്, നൈറ്റ് ഡ്യൂട്ടി അലവൻസ്, ഓവർ ടൈം അലവൻസ്, pre-KG മുതൽ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേറെ അലവൻസ്, ഇങ്ങനെ ധാരാളം അലവൻസുകളാണ് ഓരോ റെയിൽവേ എംപ്ലോയിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുന്ന എക്സാമായ RRBയുടെ ഗ്രൂപ്പ് D എക്സാമിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റുകളിൽ എത്ര സാലറി ലഭിക്കും, ബേസിക് പേയുടെ കൂടെ ഏതൊക്കെ അലവൻസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഗ്രൂപ്പ് D എക്സാമിനേഷനെ പറ്റി പറയട്ടെ. സോ മെട്രിക്കുലേഷൻ ലെവലോ അതായത് 10th സ്റ്റാൻഡേർഡോ ITIയോ യോഗ്യതയുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് RRBയുടെ ഗ്രൂപ്പ് D എക്സാമിനേഷൻ എന്ന് പറയുന്നത്. റെയിൽവേയിലെ തന്നെ എൻട്രി ലെവൽ ജോലികളായ ട്രാക്ക് മെയിൻ്റനർ ഒക്കെ പോലെയുള്ള പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. സോ 2026 നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാകും. അതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ആയിരിക്കും ആപ്ലിക്കേഷൻ വിൻഡോ വരുന്നത്. സോ ഏകദേശം 22,000 വേക്കൻസീസ് ആണ് കറൻ്റ്ലി ഇപ്പോഴത്തെ സൈക്കിൾ പ്രകാരം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഡിയുടെ ഒരു ജോബ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് D എന്ന് പറയുന്നതിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ഒരു എൻട്രി ലെവൽ ജോലിയിൽ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് കയ്യിൽ എത്ര ശമ്പളം കിട്ടും, അയാൾക്ക് ഏതെല്ലാം അലവൻസുകളാണ് ലഭിക്കാൻ പോകുന്നത് എന്നെല്ലാമാണ്. സോ ഗ്രൂപ്പ് ഡിയുടെ സാലറി സ്ട്രക്ചർ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്കിവിടെ 2025 എൻഡ് ചെയ്തു, 2026 സ്റ്റാർട്ട് ചെയ്തു. കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ളത് നമ്മുടെ 7th പേ കമ്മീഷനാണ്. സോ 7th പേ കമ്മീഷൻ ഏകദേശം ഇപ്പോൾ തന്നെ 2026 ബിഗിനിങ്ങോടെ തന്നെ എൻഡ് ചെയ്യും. അടുത്ത നമ്മുടെ 8th പേ കമ്മീഷൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഈ പറയുന്ന എമൗണ്ടുകളെല്ലാം ഒന്നും കൂടെ റിവാമ്പ് ചെയ്ത് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഞാൻ ഈ പറയാൻ പോകുന്ന സാലറികൾ എങ്ങനെ അടുത്ത പേ കമ്മീഷൻ വരുമ്പോഴേക്കും ഡിഫറൻസ് വരാൻ പോകുന്നത്, എന്തുമാത്രം കൂടുമെന്നെല്ലാം നിങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമാണ് എത്ര പൈസ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് D പ്രൊഫൈലിലേക്ക് വരാം. സോ ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അപ്പോൾ എന്താണ് ഈ 18,000 ബേസിക് പേ എന്ന് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഈ 18,000 നിങ്ങളുടെ കയ്യിൽ എന്തായാലും കിട്ടും. സോ നിങ്ങളുടെ ഫോർ ഷുവർ ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നതാണ് 18,000 രൂപ. അതിനുശേഷം വരുന്ന ഞാൻ ഈ പറയുന്ന അലവൻസുകളെല്ലാം തന്നെ ഈ ഒരു ബേസ് പേയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് DRNS അലവൻസ് തന്നെയാണ്. സോ DRNS അലവൻസ് എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പ്, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് ഓരോ വർഷവും നിങ്ങൾക്കറിയാലോ പൈസയുടെ മൂല്യം മാറുന്നതിനനുസരിച്ച് അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന അലവൻസ് ആണ് DRNS അലവൻസ് എന്ന് പറയുന്നത്. അത് ഓരോ വർഷവും 2 തവണയാണ് മാറുന്നത്. ജനുവരിയിലും ജൂലൈയിലുമായിരിക്കും മാറുന്നത്. ഒരു 1% to 3% ഇതിൻ്റെ ഇടയിലായിരിക്കും ഓരോ വർഷവും അത് റിവൈസ്ഡ് ആവുക. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി ഒരു 50% എബോവിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്ന ബേസ് പേയിൽ വ്യത്യാസം നമ്മുടെ മൊത്തം സാലറിയിലും കാണാനായിട്ട് പറ്റും. അതായത് 50% താഴെയാണ് DRNS അലവൻസ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അലവൻസുകളും 50% മുകളിലേക്ക് DA പോകുമ്പോൾ അവിടെ വീണ്ടും കൂടുതൽ എമൗണ്ട് നിങ്ങളുടെ സാലറിയിൽ ക്രെഡിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പ് D പ്രൊഫൈലിൽ അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 35,000 അബവ് ആണ്. 10th സ്റ്റാൻഡേർഡ് യോഗ്യതയുള്ള ഒരാളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ DRNS അലവൻസ് മാത്രം ഞാൻ പറഞ്ഞു. ഇനി അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൗസ് റെൻ്റ് അലവൻസ് വരുന്നുണ്ട്, ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഏകദേശം 30,000 റുപ്പീസിൻ്റെ അബവ് ആയിരിക്കും. ഇനി ഇത് ബേസിക് പേയുടെ മാത്രം കാര്യമാണ്. ഇനി അതിനുശേഷം എന്തെല്ലാം എക്സ്ട്രാ അലവൻസുകളാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് പേ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DRNS അലവൻസിന് ശേഷം HRA അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് ആണ്. ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ആണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടിയ റെയിൽവേയുടെ സോൺ അല്ലെങ്കിൽ അതിൻ്റെ ഡിവിഷൻ ഓഫീസ് നിങ്ങളുടെ വീടിൻ്റെ അടുത്താണ്, റെയിൽവേയുടെ അക്കോമഡേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് സാലറിയുടെ കൂടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. കാരണം നിങ്ങൾ റെയിൽവേയുടെ അക്കോമഡേഷൻ എടുക്കുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അന്നേരം അതിൻ്റെ പേയ്മെൻറ്റ് സാലറിയിലായിരിക്കില്ല, ക്വാർട്ടേഴ്സിലായിരിക്കും നിങ്ങൾ താമസിക്കുന്നത്. ഇനി അതുമല്ല, നിങ്ങൾ വേറെ ഒരു പുറത്താണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്ന ഹൗസ് റെൻ്റ് അലവൻസ് എല്ലാ മാസവും
മാസവും കൃത്യമായി നിങ്ങളുടെ സാലറിയുടെ കൂടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മളിവിടെ പല രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ, ഇതിന് മുമ്പത്തെ ഈ 50% DA ഉയരുന്നതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് 27%, 18%, 9% ആയിരുന്നു. എന്നാൽ ഇപ്പം അത് ഉയർന്ന് 27% എന്നുള്ളത് നേരെ 30% എത്തി, 18% എന്നുള്ളത് 20%, 9% എന്നുള്ളത് 10% ആയി. സോ ഇവിടെ നോക്കുക, ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ബേസിക് പേ എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 18,000 എന്ന് പറയുന്ന ബേസിക് പേയിൻ്റെ ഇത്ര ശതമാനമാണ് നിങ്ങളുടെ ഹൗസ് റെൻ്റ് അലവൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു എക്സ് കാറ്റഗറി അല്ലെങ്കിൽ വൈ കാറ്റഗറി ആൻഡ് സെഡ് കാറ്റഗറി ഈ 3 രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്ന സിറ്റികളെ റെയിൽവേ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അവയിൽ ഏതിലാണോ നിങ്ങളുടെ പോസ്റ്റിംഗ് അതനുസരിച്ചിട്ടാണ് നിങ്ങളുടെ HRA കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വലിയ സിറ്റിയിലാണ്, ബാംഗ്ലൂരൊക്കെ പോലെയുള്ള ഒരു വലിയ സിറ്റിയിലാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് എങ്കിൽ അവിടെ അതിനെ നമ്മൾ എക്സ് കാറ്റഗറി സിറ്റി എന്ന് പറയും. അവിടെ 30% ആണ് നിങ്ങളുടെ HRA വരിക. സോ അവിടെ നിങ്ങൾക്ക് 18,000-ന് 30% ആണ്. ഇവിടെ 5,400 rupees ആണ് അവിടെ നിങ്ങളുടെ HRA ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതേസമയം നിങ്ങൾ കോഴിക്കോടൊക്കെ പോലെയുള്ള ഒരു ഇച്ചിരി കൂടെ ചെറിയ സിറ്റിയിലാണ്, അതാണ് നമ്മുടെ വൈ കാറ്റഗറി സിറ്റി. അവിടെയെങ്കിൽ 20% ആണ്. ഇനി കുറച്ചും കൂടെ താഴ്ന്നുള്ള ചെറിയ ടൗണുകളിലാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് 10% ആയിരിക്കും HRA കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹൗസ് റെൻ്റ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാവലിംഗ് അലവൻസ് ആണ്. അപ്പോൾ ഈ ട്രാവലിംഗ് അലവൻസ് അല്ല ട്രാൻസ്പോർട്ട് അലവൻസ് കേട്ടോ. ട്രാൻസ്പോർട്ട് അലവൻസ് ഫിക്സ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു 1,800-ഉം 3,600-ഉം 2 സ്ലാബുകളിലായിട്ടാണ് വരിക. സോ അധികവും എക്സ് സിറ്റി അല്ലെങ്കിൽ വൈ സിറ്റിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഉള്ള ജോലി സംബന്ധമായിട്ട് നിങ്ങൾ പോയി വരാനുള്ള ആ അലവൻസിനെയാണ് നമ്മളിവിടെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. അത് വേറെയാണ്. അത് കൂടാതെ വരുന്ന അടുത്ത അലവൻസ് ആണ് ഇവിടെ ട്രാവലിംഗ് അലവൻസ്. അപ്പോൾ എന്താണ് ഈ ട്രാവലിംഗ് അലവൻസ്? ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങളുടെ ജോലി സംബന്ധമായി നിങ്ങൾ 8 കിലോമീറ്റർ ചുറ്റളവിലുള്ള എവിടേക്കെങ്കിലും അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു അലവൻസിന് എലിജിബിൾ ആണ്. ഇത് നിങ്ങൾ ഡെയിലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അലവൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം മേ ബി പാലക്കാട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ 8 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് പോയി 11 മണി വരെ അവിടെ നിങ്ങൾ ജോലി ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ അവിടെ 2 മണിക്കൂർ ജോലി ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല സ്ലാബുകൾ കാണാൻ പറ്റും. Now, if absence from headquarters does not exceed 6 continuous hours, അപ്പോൾ നിങ്ങൾ 6 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുകയാണെങ്കിൽ 30% ഓഫ് ട്രാവലിംഗ് അലവൻസ്. അപ്പോൾ ട്രാവലിംഗ് അലവൻസ് എത്രയാണെന്ന് അറിയണം. ട്രാവലിംഗ് അലവൻസ് ലെവൽ 1 to 5 ഉള്ളവർക്ക്, അതായത് ഗ്രൂപ്പ് ഡി പോലെയുള്ള ജോലികൾക്ക് ലെവൽ 1 വരുന്ന ജോലിയാണ്. അവിടെ ₹500 ആയിരുന്നു. എന്നാൽ ആ DA 50% ക്രോസ് ചെയ്തതുകൊണ്ട് അത് വീണ്ടും 25% കൂടെ കൂടി ഇപ്പം ഏകദേശം 625 rupees ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഈ 2 മണിക്കൂറിലേക്ക് നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ജോലി ചെയ്ത് തിരിച്ചു വന്നാൽ ഈ 625-ൻ്റെ 30% നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഇനി അതല്ല, നിങ്ങളൊരു 12 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്നു. നിങ്ങൾ രാവിലെ 9 മണിക്ക് പോയി പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് തിരിച്ച് 12 hours-നുള്ളിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ 70%-ഉം, എന്നാൽ 13 മണിക്കൂർ മുതൽ അങ്ങോട്ട് നിങ്ങൾ കുറച്ചധികം സമയം മാറി നിന്നു എന്നുണ്ടെങ്കിൽ ആ നിൽക്കുന്ന ദിവസങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഈ ട്രാവലിംഗ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം കിട്ടുന്ന രൂപയാണ് 100% ഓഫ് 625 അല്ലെങ്കിൽ 625 രൂപ. ഇത് ആ മാസം നിങ്ങൾ എത്ര തവണ ഇങ്ങനെ പോയിട്ടുണ്ടോ അത്രയും തവണ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരാണ് ട്രാവലിംഗ് അലവൻസ്. ഇത് ട്രാൻസ്പോർട്ട് അലവൻസ് അല്ല, ട്രാൻസ്പോർട്ട് അലവൻസ് വേറെയാണ്, ഇത് ട്രാവലിംഗ് അലവൻസ് ആണ്. ക്ലിയർ? ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൈറ്റ് ഡ്യൂട്ടി അലവൻസും കോമ്പൻസേഷൻ ഫോർ വർക്കിംഗ് ഓൺ ഹോളിഡേയ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ, റെയിൽവേ 24/7 അതായത് 24 മണിക്കൂറും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ജോലികൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾക്ക് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ അലവൻസ് വേറെയും വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് നൈറ്റ് ഡ്യൂട്ടി അലവൻസ്. വീണ്ടും പബ്ലിക് ഹോളിഡേയ്സിനൊന്നും റെയിൽവേക്ക് ഹോളിഡേ ഇല്ല, ട്രെയിനുകൾ എപ്പോഴും പോയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നാഷണൽ ഹോളിഡേ, അതായത് ആക്ച്വലി ഒരു 12 നാഷണൽ ഹോളിഡേയ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. അതിന് പകരം എല്ലാ നാഷണൽ ഹോളിഡേയ്സിനും നിങ്ങൾ വർക്ക് ചെയ്യുന്നു അല്ല അതിൻ്റെ മീനിങ്. സോ മേ ബി നിങ്ങളുടെ കൂടെയുള്ള ഒരാളില്ല, അപ്പോൾ നിങ്ങൾ അതിൽ കയറേണ്ടി വന്നു. നിങ്ങൾക്ക് നാഷണൽ ഹോളിഡേയ്സ് കിട്ടും, അല്ലാതെ അത് ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മൊത്തത്തിൽ പോകുന്നത്. സോ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 480 rupees ആണ് വരുന്നത്. അത് ലെവൽ 1 and 2 പേ
മാട്രിക്സിലുള്ളവർക്ക് വരുന്ന എമൗണ്ട് ആണ് 480 rupees. ക്ലിയർ എല്ലാവർക്കും? അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത അലവൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രസ് അലവൻസ്. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഡ്രസ് അലവൻസ് എന്ന് പറയുന്നതിന് ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഷൂ മെയിൻ്റനൻസ്, ഷൂ അലവൻസ് ഉണ്ട്, വാഷിംഗ് അലവൻസ് ഉണ്ട്, യൂണിഫോം അലവൻസ് ഉണ്ട്, മെയിൻ്റനൻസ്, കിറ്റ് മെയിൻ്റനൻസ് അലവൻസ്. അപ്പോൾ കഴിഞ്ഞ പേ കമ്മീഷനിൽ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു അലവൻസ് ആക്കി ഡ്രസ് അലവൻസ് എന്ന് പറയുന്ന ഒരു പേരാക്കിയിട്ടുണ്ട്. സോ ഇവിടെ റെയിൽവേയിലെ എൻട്രി ലെവലിൽ വരുന്ന ഗ്രൂപ്പ് ഡി ജോലികൾക്ക് 6250 rupees ആണ് ഇവിടെ വന്നിരിക്കുന്ന യൂണിഫോം അലവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇതൊരു ഇയർലി ആയിട്ടുള്ള അലവൻസ് ആണ്. എല്ലാ മാസവും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് അല്ല ഇത്. വർഷത്തിൽ ഒന്ന്, മിക്കവാറും ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ആയിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡ്രസ് അലവൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന അലവൻസ് എന്ന് പറയുന്നത് റിസ്ക് അലവൻസ് ആണ്. ഇത് എല്ലാ ജോലികൾക്കും ഇല്ല കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിലെ ട്രാക്ക് മെയിൻ്റനർ പോലെയുള്ള പോസ്റ്റുകൾക്ക് റിസ്ക് കൂടുതലാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകൾക്കാണ് ഈ റിസ്ക് അലവൻസ് വരുന്നത്. സോ അപ്പോൾ അത് വീണ്ടും ഇവിടെ കഴിഞ്ഞ പേ കമ്മീഷനിൽ ഉണ്ടായിരുന്നതിനേക്കാളും 25% ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. DA 50% കൂടിയത് കാരണം അത് വീണ്ടും 25% കൂടിയിട്ടുണ്ട്. സോ ലെവൽ 8-നും താഴെയുള്ളവർക്കും അത് 3375 rupees per month ആണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡിയിലെ ഒരു ട്രാക്ക് മെയിൻ്റനർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾ ആ പോസ്റ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ജോലിയെങ്കിൽ ഇവിടെ എല്ലാ മാസവും 3375 രൂപ നിങ്ങൾക്ക് അഡീഷണൽ അലവൻസ് ആയിട്ട് ലഭിക്കും. ഇത് പെർ ഇയർ അല്ല, പെർ മാസമാണ്. ഇതിൻ്റെ പേരാണ് റിസ്ക് അലവൻസ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ. ഇവിടെ നിങ്ങൾക്ക് ലെവൽ ക്രോസ് ഗേറ്റ് അലവൻസ്. ഇനി നിങ്ങളുടെ പോസ്റ്റിംഗ് എങ്ങാനും ലെവൽ ക്രോസിംഗ് ഗേറ്റിലാണ് വരുന്നതെങ്കിൽ എല്ലാ മാസവും ലെവൽ 8 and below 1250 രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ അലവൻസ് വേറെ കിട്ടും. ഇതും ട്രാക്ക് മെയിൻ്റനർ ആ ഒരു പോസ്റ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു. സോ ഇതും സ്പെസിഫിക് ആയിട്ടുള്ള പോസ്റ്റുകൾക്കാണ് വരുന്നത് കേട്ടോ. എല്ലാ പോസ്റ്റിലും വരുന്നില്ല, സ്പെസിഫിക് പോസ്റ്റുകൾക്കാണ്. ഇനി അടുത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അലവൻസ് ആണ് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ്. നിങ്ങളുടെ കുട്ടികളുടെ പഠനം pre-KG മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ, അത് 2 കുട്ടികളുടെ വരെ എല്ലാ ചിലവും റെയിൽവേ നോക്കുന്നതായിരിക്കും. സോ ഇവിടെ പെർ ഇയർ നിങ്ങൾക്ക് ലഭിക്കുന്നത് 33,256 rupees ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വർഷം നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 66,500 something rupees ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപ നിങ്ങൾക്ക് ഓരോ വർഷവും കുട്ടികളുടെ പഠനത്തിന് വേണ്ടി റെയിൽവേയിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുന്ന അടുത്ത അലവൻസ്. ഇനി നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് മെഡിക്കൽ റീസൺസിനൊക്കെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ കൺവെയൻസ്, അതിന് വേണ്ടിയിട്ടുള്ള റെയിൽവേ പാസ് അല്ലാതെയും നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇനി നെക്സ്റ്റ് സ്പെഷ്യൽ, നിങ്ങൾ ഒരു ഇത്തിരി ഹാർഡായിട്ടുള്ള ഏരിയാസിലോ അങ്ങനെയുള്ള ഏരിയാസിലും പോസ്റ്റഡ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോമ്പൻസേഷൻ ലഭിക്കും. ഇനി നിങ്ങൾ ഓൺ ഡ്യൂട്ടിയിലാണ്, എന്തെങ്കിലും ആക്സിഡൻസോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള ഹെൽപ്പും അലവൻസുകളും ലഭിക്കും. ഇനി അതിനുശേഷം വിമന് വേണ്ടിയിട്ടുള്ള ഒരു അലവൻസിൻ്റെ കാര്യം കൂടെ പറയാം. ഇവിടെ കൂടുതലും സ്പെഷ്യൽ അലവൻസ് ഫോർ വിമൻ വിത്ത് ഡിസബിലിറ്റീസ്, അത് ഒബ്വിയസ്ലി അതുണ്ട്. ഇനി അതുകൂടാതെ ചൈൽഡ് കെയർ ലീവ് CCL എന്ന് പറഞ്ഞിട്ട് വിമൻ എംപ്ലോയീസിന് റെയിൽവേ ഒരു ലീവ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കുട്ടിക്ക് 18 വയസ്സാകുന്നവരെ 3 വർഷത്തോളം ഫുൾ പെയ്ഡ് ലീവായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പാർട്സ് ആയിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കേണ്ടത്. സോ അങ്ങനെ ചൈൽഡ് കെയർ ലീവ് CCL എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ലീവ് വിമൻ എംപ്ലോയീസിന് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വിമൻ എംപ്ലോയീസിന് കൂടുതലും ഹയർ സിറ്റി ആയിട്ടുള്ള, അതായത് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും പോസ്റ്റിംഗ് വരിക. റിമോട്ട് ആയിട്ടുള്ള ജോലികളായിരിക്കില്ല ഉണ്ടാവുന്നത്. സോ ഡെഫിനറ്റ്ലി വിമൻ്റെ സേഫ്റ്റിക്ക് റെയിൽവേ വളരെ അധികം പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേ കമ്മീഷൻ്റെ കാര്യമാണ്. സോ ഓരോ 10 years കൂടുമ്പോഴുമാണ് പേ കമ്മീഷൻ ഇവിടെ റിവൈസ് ആവുന്നത്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ 2006-ലായിരുന്നു. അതിനുശേഷം 2016 റിവൈസായി. ഇനി 2026-ലാണ് അടുത്ത റിവിഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓരോ പേ കമ്മീഷനിലും ഒരു മിനിമം സാലറിയും മാക്സിമം സാലറിയും പറയും. അപ്പോൾ അത് പ്രകാരം 2006 മിനിമം സാലറി 7,000 rupees-ഉം മാക്സിമം സാലറി ഒരു 80,000 rupees ആണ്. അതായത് അണ്ടർ സെക്രട്ടറി പോലെയുള്ള ഹൈ പോസ്റ്റുകളിലേക്കുള്ള സാലറിയാണിത്. ഇനി അതേസമയം 2016 ആയപ്പോഴേക്കും ആ മിനിമം സാലറി എന്ന് പറയുന്നത് 18,000
18,000 ആയി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പേ കമ്മീഷനിൽ 7,000 ആയിരുന്ന ബേസിക് പേ ആണ് അടുത്ത പേ കമ്മീഷനിൽ മേ ബി ഈവൻ ഡബിൾ പോലും ക്രോസ് ചെയ്ത് കഴിഞ്ഞ് 18,000 ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ പേ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഡി എ എന്ന് പറയുന്നത് 100 ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് 100% അബവ് ആയിരുന്നു ഡി എ. അതുകൊണ്ടായിരുന്നു നമ്മുടെ ബേസിക് പേ ഇത്രയും വന്നിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി 58% സംതിങ് ആണ് ഡി എ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 25,000 to 30,000 ഇടയ്ക്ക് ബേസിക് പേ 2026 നെക്സ്റ്റ് പേ കമ്മീഷൻ വരുമ്പോൾ മാറുമെന്നാണ് നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അതിനെപ്പറ്റി ഡേറ്റ ഷോർട്ട് നോട്ടീസ് വന്നാലാണ് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് മുമ്പത്തേക്ക് ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 30,000 അടുത്തേക്ക് ബേസിക് പേ വരും എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ ഇത് ബേസിക് പേ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡി എ 0 അല്ലെങ്കിൽ 3% മാറും. പിന്നെ എല്ലാ വർഷവും 2% വെച്ചിട്ട് 2 തവണ റിവൈസ് ആയിക്കൊണ്ടിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ബേസിക് പേയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളുടെ ബേസിക് പേ അവിടെ 30,000 റുപ്പീസ് ആവുകയാണെങ്കിൽ ബാക്കി നിങ്ങളുടെ എല്ലാ അലവൻസുകളും എത്ര % എന്നുള്ളത് ആ ബേസിക് പേയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി പോലെയുള്ള റാങ്കുകളിലേക്ക് വരുമ്പോൾ മാക്സിമം അപ്പർ സാലറി വരുന്നത് 2.5 lakhs അപ്പോൾ ഇതാണ് നമ്മുടെ കറൻറ്റ് പേ കമ്മീഷൻ. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് 8th പേ കമ്മീഷനാണ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ഗ്രൂപ്പ് ഡി എക്സാം നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇതൊരു എൻട്രി ലെവൽ ജോബ് അല്ലേ, 10th സ്റ്റാൻഡേർഡ് ഒരു ITI ക്വാളിഫിക്കേഷൻ അല്ലേ എന്നൊക്കെ. അതെ, ശരിയാണ്. പക്ഷേ അതിനെ നമ്മളങ്ങനെ ചില്ലറയായി കാണേണ്ട കാര്യമില്ല. കാരണം ഇത്രത്തോളം അലവൻസുകളും ഇത്രത്തോളം സാലറിയും 10th സ്റ്റാൻഡേർഡ് എലിജിബിലിറ്റി ഉള്ള ഒരാൾക്ക് റെയിൽവേയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഇവിടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളാണ് വരുന്നത്. അതിൽ നിന്നും ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. റെയിൽവേയിൽ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസ് നടക്കുന്നുണ്ട്. അത്തരം എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി. ഇനി അത്തരം സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള റിസർവേഷനും, അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാംസിലൂടെ ക്ലിയർ ചെയ്ത് മറ്റ് പോസ്റ്റുകളിലേക്ക് പോകാനുള്ള റിസർവേഷനും റെയിൽവേയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2026 ജനുവരി പകുതി, എനിക്ക് തോന്നുന്നു ജനുവരി 20 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ വർഷത്തെ 2026 ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി വരെ ആയിരിക്കും. ഏകദേശം 1 മാസത്തോളമാണ് ആപ്ലിക്കേഷൻ വിൻഡോ ആക്റ്റീവ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ഡി എക്സാമാണ്, ലെവൽ 1 വരുന്ന 10th സ്റ്റാൻഡേർഡ് എലിജിബിലിറ്റി വരുന്ന എക്സാമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ജോലി നേടാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇത്രയും സാലറിയുടെ കണക്കൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ ഇതിന് നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്കുള്ളൂ. ഓക്കെ, അപ്പം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതിന് എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. സോ നമ്മളിവിടെ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു 1 year സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് ഒരു നമ്പർ 1 പെർഫോമർ ആക്കുന്ന കാര്യത്തിൽ എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ അങ്ങനെയാണ്. ഏറ്റവും ബിഗിനേഴ്സിന് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ബേസിക് ലെവൽ ട്രെയിനിങ്, അതിനുശേഷം നിങ്ങളുടെ വീക്കർ ഏരിയാസ്, നിങ്ങളെപ്പോഴും സ്റ്റക്കായി പോകുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ അറിയാത്ത ടെൻഷൻ ആവുന്ന ഏരിയാസിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കോച്ചിങ് വേറെ തരും. അതിന് ശേഷമാണ് നിങ്ങളുടെ മെയിൻസ് ലെവൽ കോച്ചിങ്. എന്നിങ്ങനെ 3 ലെവലിലാണ് എൻട്രിയിൽ നിങ്ങളുടെ കോച്ചിങ് വരുന്നത്. സോ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് രാത്രിയിലാണ് അധികം ലൈവ് ക്ലാസ്സസ് വരുന്നത്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ലൈവ് ക്ലാസ്സസും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഒക്കെ വരുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള മെൻറ്റേഴ്സാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്ന മെൻറ്റേഴ്സാണ് നമുക്ക് എൻട്രിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്കുണ്ട്. എക്സാം പോലെ തന്നെ വരുന്ന മോക്ക് ടെസ്റ്റുകളുണ്ട്, ലൈവ് ക്വിസുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒറ്റ ബാച്ചിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇതിൻ്റെ പേര് RRB ഗ്രൂപ്പ് ഡിയുടെ 1 year ബാച്ച് എന്നാണ്. സോ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്ത് ഗൂഗിൾ ഫോമിൽ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കൂടുതൽ വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ കോമെൻ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആഡ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.